ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഡെസോൾട്ടിൻ്റെ ഫാൽക്കൺ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ 10,000 കോടിയുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അവർ ബിഡ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഐസ്റ്റാർ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ബിഡ് ചെയ്യുന്നത്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ ബൊംബാർഡിയർ, അതേപോലെ തന്നെ ബോയിങ്, ഈ കമ്പനികളാണ് മറ്റുള്ള ബിഡേഴ്സ്. അപ്പോൾ ഇതിൽ ഡെസോൾട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പ്രിഫർ ചെയ്യുന്നത് ഡെസോൾട്ട് ആണ്. പക്ഷേ എന്തായാലും ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കിയിട്ട് DRDO ആണ് ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഇന്തോനേഷ്യ ഇന്ത്യയുമായിട്ട് ബ്രഹ്മോസ് മിസൈൽ ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് വിയറ്റ്നാമുമായിട്ടുള്ള ഡീൽ ഓക്കെ അതിനെ തുടർന്നാണ് ഇന്തോനേഷ്യയും കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് മുൻകൈ എടുക്കുന്നത്. പക്ഷേ ഇത് ചൈനയ്ക്ക് ഒരു അസൂയ ഉണ്ടാക്കുന്നുണ്ട്. ചൈന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പണായിട്ട് തന്നെ ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഏഷ്യൻ റീജിയനിൽ ഇന്ത്യ മിസൈലുകൾ തുരിതര കൊടുത്ത് പല രാജ്യങ്ങളെയും വെപ്പണൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണ് ചൈന ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. നമ്മൾ ഡിഫൻസ് ഡിറ്ററൻസിൻ്റെ ഭാഗമായിട്ടാണ് പല ചെറിയ രാജ്യങ്ങളെയും ചൈന എന്ന് പറഞ്ഞ ഈ ജൈൻറ്റ്, പ്രത്യേകിച്ച് പല രാജ്യങ്ങളുടെയും ചുറ്റിപ്പറ്റി കിടക്കുന്ന പല രാജ്യങ്ങളുടെയും സ്ഥലങ്ങൾ ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന ചൈനയ്ക്കെതിരെ തന്നെയാണ് ഇന്ത്യ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ ചെറിയ രാജ്യങ്ങളെ മിസൈൽ കൊടുത്ത് അവരുടെ ഡിഫൻസ് ഡിറ്ററൻസ് ഉറപ്പുവരുത്തുക എന്നുള്ള പ്രവൃത്തിയാണ് ഇന്ത്യ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് ഇതിനകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം തന്നെ അവർ പാകിസ്ഥാൻ വഴി തീർത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടിൽ, ഉറച്ച നിലപാടിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ത്യ എക്സ്പാൻസ് ഏഷ്യൻ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്, അങ്ങനെ തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇന്ത്യ അപ്രൂവ്സ് ട്രൈ സർവീസ് കൺവെൻഷണൽ മിസൈൽ പ്രോഗ്രാം. ഇത് ഇന്ത്യയുടെ ഡിഫൻസ് ഡിറ്ററൻസിനെ സ്ട്രെങ്തൻ ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ സൈപ്രസിലേക്ക് ഇന്ത്യ കുറേ ആയുധങ്ങൾ കൊടുത്തയക്കാൻ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ആ ആയുധങ്ങളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മെജോറിറ്റി ആയുധങ്ങളെല്ലാം തന്നെ സൈപ്രസിലേക്ക് പോകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് തുർക്കി, പാകിസ്ഥാൻ, അസർബൈജാൻ ടീമുകളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇന്ത്യ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. ട്രൈ സർവീസ് കൺവെൻഷണൽ ഡിഫൻസ് ഡിറ്ററൻസ് ആണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യ ഏഷ്യൻ സൈഡിൽ മിസൈലുകൾ കൊടുക്കുകയും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ ഏരിയയിൽ ഇന്ത്യയുടെ ഫുട് പ്രിന്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ എക്സ്പാൻഡഡ് ഡിഫൻസ് ഡിറ്ററൻസ് ആണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ശക്തി ചൈനയാണ്. ചൈനയുടെ ഉപദ്രവത്തിന് ഇരയാവേണ്ടി വരുന്ന കുറേ രാജ്യങ്ങളുണ്ട് ഏഷ്യൻ സൈഡിൽ. ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഇങ്ങനത്തെ പല രാജ്യങ്ങളുണ്ട്. ചൈന പറഞ്ഞാൽ മറിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്ന് നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസിൽ ആകർഷകരായിരിക്കുന്നത്. കാരണം ഇതൊരു ഹൈപ്പർസോണിക് മിസൈലാണ്. അപ്പോൾ ഇന്ത്യ പാക് ചൈന നെക്സസിനെതിരെ കൃത്യമായിട്ട് കരുക്കൾ നീക്കുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തുർക്കിക്കെതിരെ ആയിക്കോട്ടെ, പാകിസ്ഥാനെതിരെ ആയിക്കോട്ടെ, ചൈനയ്ക്കെതിരെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ ഏരിയയിൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള വെപ്പൺ ട്രേഡിംഗ് നടത്തുന്നതിലൂടെ ആയിക്കോട്ടെ. ഇൻഫാക്റ്റ് അർമേനിയ, സൈപ്രസ്, ഗ്രീസ്, ഒബ്വിയസ്ലി ഇസ്രായേൽ, ഇത്രയും രാജ്യങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ചൈന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പുറത്ത് നിങ്ങൾ നോക്കൂ, ഓസ്ട്രേലിയയൊക്കെ ഇന്ത്യയുടെ സൈഡിലാണ്, സൗത്ത് കൊറിയ ഇന്ത്യയുടെ സൈഡിലാണ്, ജപ്പാൻ ഇന്ത്യയുടെ സൈഡിലാണ്. ഇവിടെയൊക്കെ ഇന്ത്യയുടെ ഫുട് പ്രിന്റുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അസിസ്റ്റ BST എയറോസ്പേസ് എന്ന് പറഞ്ഞ കമ്പനി, ഈ കമ്പനി പ്രത്യേകിച്ച് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ആപ്പ് നിർമ്മിക്കുന്ന മേഖലയിലാണ് ഇവരുടെ ഫോക്കസ്. പ്രത്യേകിച്ച് ഡിഫൻസ് ആപ്ലിക്കേഷൻസ്. ഏഷ്യാസ് ഫസ്റ്റ് പ്രൈവറ്റ് സാറ്റലൈറ്റ് ഫാക്ടറി ഇത് അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഗുജറാത്തിൽ. ഇവർ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് സിവിലിയൻ പ്ലസ് ഡിഫൻസ് ആപ്ലിക്കേഷൻസ് മാനുഫാക്ചറിങ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് സിവിലിയൻസിന് വേണ്ടിയിട്ടും അതേപോലെ ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ടും ആപ്ലിക്കേഷൻസ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കമ്മിറ്റ്മെൻറ്റ്, ഇവരുടെ ഫോക്കസ്, ബിസിനസ്. പ്രത്യേകിച്ച് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആപ്പാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സർവൈലൻസിന് ഉപയോഗിക്കുന്ന ആപ്പ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെ പലതരത്തിലുള്ള കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആപ്പുകളുണ്ട്. ഇതെല്ലാം തന്നെ ഈ കമ്പനി നിർമ്മിക്കും. നമ്മളുടെ പുതിയ CDS രാജാ സുബ്രഹ്മണ്യം, പുള്ളിക്കാരൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇൻഡിജിനൈസേഷൻ അതേപോലെ തന്നെ തിയേറ്ററൈസേഷൻ, ഈ രണ്ട് വിഷയങ്ങളിലുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിയേറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷനാണ്, പ്രാക്ടീസ്, മിലിറ്ററി പ്രാക്ടീസ്. അതുപോലെ ഇൻഡിജിനൈസേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ലോക്കൽ പ്രൊഡക്ഷനിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നലെ ശരിക്കും നമ്മളുടെ എയർ മാർഷൽ AP സിംഗ് പറഞ്ഞു വെച്ചത് പുറത്തുനിന്ന് 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്.
ഇപ്പോൾ CDSൻ്റെ ഇൻഡിജിനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. എനിവേ അത് ഇന്റർണലി ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുമായിരിക്കും. ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കിയത് പാകിസ്ഥാൻ ഒരു വലിയ തലവേദനയായിട്ട് വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ പഞ്ചാബ് പ്രൊവിൻസിൽ ശരിക്കും വൻ പ്രതിഷേധം, ജനരോക്ഷം. അവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് കാലിപ്പാത്രങ്ങളും കുടങ്ങളൊക്കെ എടുത്തുകൊണ്ട് പൊതുജനങ്ങൾ തെരുവിലിറങ്ങി സർക്കാരിനെതിരെ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പാകിസ്ഥാൻ കനത്ത വേനലിൽ വരണ്ടുണങ്ങി പോകുന്നൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇൻഡസ് വാലി വാട്ടർ ട്രീറ്റി നമ്മൾ റദ്ദാക്കിയതാണ് പാകിസ്ഥാനെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലാക്കിയത് എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ തുടർന്ന് പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഓപ്പൺ ത്രെട്ട്, ഭീഷണി. ഇന്ത്യ ചെയ്ത നടപടി ശരിയല്ല, ഇത് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഡേഞ്ചറസ് പ്രസിഡന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡേഞ്ചറസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യുദ്ധത്തിൻ്റെ എസ്കലേഷനാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും വെള്ളത്തിൽ കൈവച്ച് കഴിഞ്ഞാൽ അത് യുദ്ധത്തിലേക്കുള്ള ഒരു സൂചന തന്നെയാണ്. അതാണ് യാഥാർത്ഥ്യം. എനിവേ, പഹൽഗാമിൽ ആക്രമണം നടത്തുന്ന സമയത്ത് ഇത് ആലോചിക്കണമായിരുന്നു. ഇപ്പോൾ ചൈന പാകിസ്ഥാൻ്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചുറ്റാകെ കിടക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ നമ്മളോട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് നമ്മൾ മിസൈൽ കൊടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ചൈന പല രീതിയിലും അതിൻ്റെ അസ്വസ്ഥതകൾ വെളിപ്പെടുത്തും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പാകിസ്ഥാനെ ഡയറക്റ്റായിട്ട് മിസൈലുകൾ കൊടുത്ത്, എയർ ടു എയർ മിസൈലുകൾ, സർഫസ് ടു എയർ മിസൈലുകൾ, എയർ ടു സർഫസ് മിസൈലുകളൊക്കെ കൊടുത്ത്, എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ കൊടുത്ത് പാകിസ്ഥാനെ നല്ല രീതിയിൽ സഹായിച്ച് ഇന്ത്യക്കുള്ളിൽ ആക്രമണം നടത്താൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാരണകർത്താവ് ഈ ചൈനയാണ്. ചൈനയുടെ മിസൈൽ ഇന്ത്യക്കുള്ളിലുണ്ട്, അത് ചൈനയ്ക്കും അറിയാം. ചൈന ഓപ്പണായിട്ട് ഇന്ത്യയെടുത്ത് സമ്മതിച്ചതുമാണ്. എന്നിട്ടാണ് ഇപ്പം നമ്മൾ 1-2 മിസൈലുകൾ ചുറ്റാകുള്ള രാജ്യങ്ങൾക്ക് അവരുടെ ഡിഫൻസ് ഡിറ്ററൻസിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ചൈനയ്ക്ക് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതയുണ്ടാകുന്നത്. അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ നേവിയുടെ പുതിയ ചീഫായിട്ട് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റിട്ടുണ്ട്. ഇന്ത്യ വളരെ ഫാസ്റ്റായിട്ട് തന്നെ സെമി കണ്ടക്ടർ മേഖലയിൽ വലിയ രീതിയിലുള്ള അച്ചീവ്മെൻറ്റുകൾ നടത്തേണ്ടതുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചൈന ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കും. പ്രത്യേകിച്ച് റെയർ എർത്ത് എലമെൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, ക്രിട്ടിക്കൽ മിനറൽസ്, അതേപോലെ ഫെർട്ടിലൈസറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചൈന പിടിമുറുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ ഒന്ന് ചിറക് വിടർത്തി കഴിഞ്ഞാൽ ചൈനയ്ക്ക് വല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാവും. ചൈന പല മേഖലകളിലും, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മേഖലകളിൽ ചൈന കൈകടത്തും. അവർ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ ഇന്ത്യക്കുള്ള, അതുമായിട്ട് ബന്ധപ്പെട്ട റോ മെറ്റീരിയൽസ് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവർ തടസ്സം സൃഷ്ടിക്കും, ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കും, ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ അത് ഇൻഡയറക്റ്റായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ പല മേഖലകളിലും ചൈനയ്ക്ക് ബദൽ മാർഗം അന്വേഷിക്കണം, കണ്ടെത്തണം, എത്രയും വേഗം അത് കരസ്ഥമാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിലാവും. അത് പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ മേഖലയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പല ഏരിയകളിലും ക്രിട്ടിക്കൽ മിനറൽ ഷോർട്ടേജാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്ത്യ ആ ഷോർട്ടേജ് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സസ്റ്റൈനബിലിറ്റി ഉള്ള ഒരു സർവൈവൽ സാധ്യമാകുകയുള്ളൂ ഇന്ത്യക്ക്. പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി. ഈ തിരിച്ചടി എന്താണെന്ന് പറഞ്ഞാൽ, താലിബാൻ്റെ സർക്കാരും റഷ്യയും തമ്മിൽ ഡീൽ സൈൻ ചെയ്തു. ഇതാണ് വലിയ പ്രശ്നം. പാകിസ്ഥാൻ്റെ ഇൻഫ്ലുവൻസ്, പാകിസ്ഥാൻ്റെ ആ ഒരു പ്രത്യേകത, പാകിസ്ഥാൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം തന്നെ ആ മേഖലയിൽ വളരെയധികം ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിലുള്ള ഡീൽ സൈൻ ചെയ്തപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആ ഏരിയയിൽ, സെൻട്രൽ ഏഷ്യ ആ ഏരിയയിൽ, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനേക്കാളും ഡോമിനേറ്റഡ് ആയിട്ടുള്ള, അംഗീകരിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും മോസ്കോയും കാബൂളും തമ്മിൽ ഒപ്പുവെച്ച ഈ ഡിഫൻസ് പാക്റ്റ്, ഡിഫൻസ് സഹകരണ പാക്റ്റ് പാകിസ്ഥാന് പെരുത്ത നാണക്കേടാണ്. നാണക്കേടെന്ന് പറഞ്ഞാൽ ചെറിയ നാണക്കേടൊന്നുമല്ല, വലിയ നാണക്കേട്. സൗത്ത് ഏഷ്യൻ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റമാണ് ഈ ഒരു ഡീൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ആ മേഖലയിൽ അഫ്ഗാനിസ്ഥാൻ ശ്രദ്ധിക്കപ്പെടുകയാണ്. ശരിയാണ്, അഫ്ഗാനിസ്ഥാൻ താലിബാനികളായിട്ടുള്ള തീവ്രവാദികൾ ഭരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അവിടെ റഷ്യക്ക് അതൊന്നും വലിയ വിഷയമല്ല. റഷ്യ അതല്ല നോക്കിക്കാണുന്നത്. റഷ്യയുടേതായിട്ടുള്ള മറ്റൊരു രീതിയിലാണ് അഫ്ഗാനിസ്ഥാനെ നോക്കിക്കാണുന്നത്. പക്ഷേ പാകിസ്ഥാനുമായിട്ട് റഷ്യ അടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ത്യക്കുള്ളിൽ. അത് ജിയോ പൊളിറ്റിക്സ് മനസ്സിലാകാത്ത ആൾക്കാർ പലതരത്തിൽ കെട്ടിച്ചമച്ച വാർത്തകളൊക്കെ അടിച്ചിറക്കാറുണ്ട്. അന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വേറെ രീതിയിലാണ്. ഒരിക്കലും പാകിസ്ഥാനെ ഇന്ത്യക്ക് ഈക്വലായിട്ട് റഷ്യക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് മറന്നുകൊണ്ടാണ് ഒരു 10 ബാരൽ എണ്ണ കടം കൊടുക്കാമെന്ന് പറഞ്ഞ ഉടനെ വലിയ രീതിയിൽ വാർത്തയാക്കി ഇവിടെ
റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ അടിച്ചിറക്കിയത്. റഷ്യയ്ക്കും ഇന്ത്യക്കും തമ്മിലുള്ള ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ആൾക്കാരാണ് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പറയുന്നത്. ഡീപ്പായിട്ട് ആ വിഷയത്തിൽ നോളജ് ഉള്ള ആൾക്കാർ ഒരിക്കലും റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ബന്ധത്തിനെ ഒരു കാരണവശാലും അതൊരു ഷോർട്ട് ഫോൾ വരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് ചിത്രീകരിക്കില്ല. പല സാഹചര്യങ്ങളിലും നമുക്ക് റഷ്യ എടുത്ത് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇന്ത്യക്ക്. എന്താണെന്ന് അറിയാമോ? അതായത് ഇന്ത്യക്ക് വേണമെങ്കിൽ റഷ്യ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി റഷ്യയെ മാറ്റി നിർത്താനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട്. അത് മനസ്സിലാക്കി സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനുള്ള ആ കപ്പാസിറ്റി റഷ്യയ്ക്കുണ്ട്. റഷ്യ ഒരിക്കലും ഇന്ത്യക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്ഷൻ പ്ലാനുകളിലേക്ക് പോകാറില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് റഷ്യയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ അമേരിക്കയുടെ പ്രഷറുണ്ട്. അത് ഓപ്പണായിട്ട് റഷ്യ എടുത്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് റഷ്യയ്ക്കും ഇന്ത്യക്കും തമ്മിലുള്ളത്. അത് ഡിപ്ലോമാറ്റുകളുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടിച്ചമച്ച വാർത്തകൾ വായിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ അമേരിക്കയുടെ അടുത്ത് നമുക്ക് ഇത്തരത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല. റഷ്യയുടെ സൈഡിൽ നിന്ന് പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ സൈഡിൽ പോയിട്ട് നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല. പക്ഷേ അമേരിക്കയുടെ സൈഡിൽ പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റഷ്യയുടെ സൈഡിൽ നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റും. ആ റിലേഷൻഷിപ്പ് നമുക്ക് മറ്റുള്ള മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും പറ്റും. അതാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ ഇപ്പം നാണക്കേടായിട്ടുണ്ട്. പാകിസ്ഥാൻ ഒരു വീക്കർ പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിൽ ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തതോടുകൂടി ഇന്ത്യ ഒരു നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ ISI അവരുടെ ഇൻ്റലിജൻസ് വിങ് ഇന്ത്യക്കുള്ളിൽ ക്രിപ്റ്റോ കറൻസി ത്രൂ ആണ് പൈസ കൈമാറിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഡോക്ടേഴ്സ് മൊഡ്യൂൾ അതുപോലത്തെ ഇന്ത്യക്കുള്ളിൽ നടപ്പിലാക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ക്രിപ്റ്റോയിലൂടെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ്. കാരണം ഈ പാക് ISIയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രിപ്റ്റോ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് നിർണായകമായിട്ടുള്ള ഇടപെടലുണ്ട്. ഈവൻ അമേരിക്കയുടെ ട്രംപിൻ്റെ ക്രിപ്റ്റോ ബിസിനസ് വരെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ ISI ഇലീഗലായിട്ടുള്ള പണമിടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു മാർഗം ക്രിപ്റ്റോ കറൻസി ആണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ട്രംപിൻ്റെ ക്രിപ്റ്റോ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഞാൻ ബന്ധിപ്പിക്കുന്നില്ല. പക്ഷേ ഇല്ലീഗൽ പണമിടപാടുകൾക്ക് വേണ്ടിയിട്ട് പാക് ISI ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കൺഫർമേഷനാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ട്രംപിൻ്റെ ക്രിപ്റ്റോ കമ്പനി ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാത്ത വിഷയമാണ്. പക്ഷേ ട്രംപിന് പാകിസ്ഥാനുമായിട്ട് ക്രിപ്റ്റോ ട്രേഡിംഗ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. റഷ്യയും അഫ്ഗാനിസ്ഥാൻ താലിബാനും തമ്മിൽ സൈൻ ചെയ്ത ഡിഫൻസ് പാക്ട് ഇന്ത്യക്ക് ഗുണകരമാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. കാരണം അത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. പക്ഷേ അത് ഇന്ത്യക്ക് ഗുണകരമാണ്. കാരണം ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് അഫ്ഗാൻ ജനതയുടെ അടുത്ത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻഷിപ്പ് അല്ല, പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പിൽ ഇന്ത്യക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനം അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്ക് ഗുണകരമാകുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.